രണ്ട് സീറ്റുകളിലെ പരാജയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുകയാണ്. തൃശ്ശൂരിൽ കെ മുരളീധരൻ്റെ പരാജയത്തിന് പിന്നാലെ ടി.എൻ. പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ രംഗത്ത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. തൃശ്ശൂർ DCC ഓഫീസിൻ്റെ മതിലിലും പരിസരത്തുമാണ് പോസ്റ്റർ പതിപ്പിച്ചത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും M. മനോജ് ചേരുന്നു. മനോജ്, ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനി ഞാൻ സജീവ രാഷ്ട്രീയത്തിലില്ല എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളായിരുന്നു മുരളീധരൻ്റേത്. ഞാൻ മരിക്കും വരെ കോൺഗ്രസ്സുകാരനായിരിക്കും, ഒരു സാധാ പ്രവർത്തകനായിരിക്കും, ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്ന പ്രഖ്യാപനമാണ്. ഏതോ ഒരു പക്ഷത്തിൻ്റെ, മുരളീധരനോട് ചേർന്ന് നിൽക്കുന്നവരുടെ പ്രതിഷേധം കൂടിയാണ് അത്. അത്ര പെട്ടെന്നടങ്ങുമോ തൃശ്ശൂരിലെ കോൺഗ്രസിലെ പൊട്ടിത്തെറി? തീർച്ചയായും കൃഷ്ണരാജ്, ഈ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി കോൺഗ്രസ് കമ്മിറ്റി, തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയില്ല എന്നുള്ളൊരു പരാതി ആദ്യമേ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ നമ്മൾ പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പരാജയത്തിന് പിന്നാലെയാണ് ഈ ഞാൻ നിൽക്കുന്ന DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആ പോസ്റ്ററുകൾ ഇപ്പോൾ ഇവിടെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ആ പോസ്റ്ററുകൾ ഇവിടെ കീറിക്കളഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇത്തരത്തിൽ മുരളീധരൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നിരവധി പേരുണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ. അവരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ ഒരു കോർഡിനേഷനും നടന്നില്ല എന്നുള്ള തരത്തിലാണ് ആദ്യ പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലൊരു പരാജയം ഉണ്ടാകുന്നത്. അതിനു പിന്നാലെയാണ് കെ മുരളീധരൻ തന്നെ ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ പരസ്യമായി ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തിയത്. അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സജീവമായി ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല, കോൺഗ്രസ്സുകാരനായിരിക്കുമെങ്കിൽ പോലും ഇത്തരത്തിൽ സജീവമായി ഇനി ഒരിടത്തും മത്സരിക്കാനില്ല എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ്. കോൺഗ്രസ് ലവേഴ്സ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ ഇന്ന് രാവിലെ മുതൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഈ DCC ഓഫീസിന് മുന്നിലും പരിസരത്തുമൊക്കെയായി ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. എന്തായാലും അതിൽ ടി.എൻ. പ്രതാപനെ, മുൻ MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപന് വലിയ തരത്തിലുള്ള വിമർശനമുണ്ട്. ഇനി വാർഡിൽ പോലും പ്രതാപന് സീറ്റില്ല എന്നുള്ള തരത്തിലായിരുന്നു ആ പോസ്റ്ററിലെ വാക്യങ്ങൾ. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ DCC പ്രസിഡന്റായിട്ടുള്ള ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും ആവശ്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പത്മജ വേണുഗോപാൽ BJP പ്രവേശനത്തിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ കൃത്യമായും പറഞ്ഞിരുന്നു, എന്നെയും എൻ്റെ അച്ഛനെയും ഒക്കെ തൃശ്ശൂരിലെ നേതാക്കൾ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്, അത് ഇനി വീണ്ടും തൻ്റെ ചേട്ടന് കൂടെ അത് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം. അത് തീർച്ചയായും ആ തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ ആ ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവന. ഇത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രശ്നം, അത് തൃശ്ശൂരിൽ മാത്രമല്ല പലയിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇതിലും വലിയ ഗ്രൂപ്പ് പോരുകൾ നടന്നെടുത്ത് താൻ മത്സരിച്ചു, പക്ഷേ അവിടെ തനിക്ക് വിജയമുണ്ടായി. എങ്കിൽ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തനിക്കത് പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ജില്ലാ കമ്മിറ്റിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പല മുരളീധര പക്ഷത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത്തരത്തിലാണ്. ഈ മുരളീധരനെ പരാജയപ്പെടുത്തുവാൻ ചിലർ ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് അതിൽ വിമർശനമായി ഉന്നയിക്കുന്നത്. അതിൽ തന്നെ ടി.എൻ. പ്രതാപൻ്റെ പങ്ക് എത്രത്തോളമാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഈ പല കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതി. എങ്കിൽ ഏറ്റവും പരാജയം, അതായത് 3ാം സ്ഥാനത്തേക്ക് കെ മുരളീധരന് പോകേണ്ടി വന്നു. അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ബൂത്ത് തലത്തിൽ പോലും വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം. കൃത്യമായുള്ള കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും അതിൽ കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായില്ല. എന്തായാലും വലിയ പൊട്ടിത്തെറിയിലായിരുന്നു ഈ മനോജ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 80,000-ഓളം വോട്ടുകൾ കുറവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ മുരളീധരന്. സ്വാഭാവികമായും സുനിൽകുമാർ ഇന്നലെ പറഞ്ഞതുപോലെ അതിനുത്തരം, എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നതിനുത്തരം കോൺഗ്രസിനോടും UDFിനോടും ചോദിക്കൂ എന്നാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അതിലേറെ വോട്ടുകൾ LDFിൽ നിന്ന് ചോർന്നിട്ടുണ്ടെന്നും തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ പരസ്പരമുള്ള പഴിചാരലുകൾ എത്ര നാളിങ്ങനെ നീളും? CPIയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് വരുന്നത്? അവരുടെ അതികായനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ജനപ്രിയനെന്ന് അവർ വിശേഷിപ്പിച്ച, പൊതുവെ തൃശ്ശൂരുകാർക്ക് അടുത്തറിയാവുന്ന
സുനിൽകുമാർ പരാജയപ്പെട്ടതിനെക്കുറിച്ച് അവരുടെ പാർട്ടി, അവരുടെ പക്ഷം എന്തു പറയുന്നു? തീർച്ചയായും ഇരുപക്ഷവും മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് അവർ സമ്മതിക്കുന്നു. അതോടൊപ്പം ഈ CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു പ്രചരണമൊക്കെ LDF മുന്നണി നടത്തിയതാണ് VS സുനിൽകുമാറിന് വേണ്ടി. എങ്കിലും അദ്ദേഹത്തിന് പരാജയം ആണ് അവസാനം വന്നത്. എന്തായാലും അത്തരത്തിൽ VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നും ഇത്രയധികം വോട്ട് എങ്ങനെ പോയി എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ LDFിൻ്റെ വോട്ട് ചോർന്നു വന്നതിൽ സംശയമില്ല. LDFിൽ നിന്നും UDFിൽ നിന്നും. ശരി മനോജ്, അവിടെ കോൺഗ്രസിലാണ് വലിയ പൊട്ടിത്തെറി. പക്ഷേ ഇന്ന് സുരേഷ് ഗോപി അവിടേക്ക് എത്തുകയാണ്. അതായത് തൃശ്ശൂരിൽ ഇന്ന് പൂരമാണ്. BJP അത് ആഘോഷിക്കും. വലിയ റോഡ് ഷോ, ഗതാഗത നിയന്ത്രണം പോലും വരുന്നുണ്ട്. അത്ര കണ്ട് ചരിത്ര വിജയം ആഘോഷിക്കാൻ BJP തയ്യാറെടുക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.